പാലോളി മുഹമ്മദ് കുട്ടിയുടെ പരാമർശം അങ്ങേയറ്റം ദൗർഭാഗ്യകരമായി പോയി. മലപ്പുറം എന്ന് പറയുന്നത് ഈ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി, രാജ്യത്തിൻ്റെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും വേണ്ടി ഒരുപാട് ആളുകൾ ജീവൻ കൊടുത്ത വെള്ളക്കാരൻ്റെ, ബ്രിട്ടീഷുകാരുടെ വെടിയുണ്ടകൾക്ക് മുമ്പിൽ വെടിയുണ്ട ഏറ്റുവാങ്ങി ചോര നൽകി രാജ്യത്തിൻ്റെ മണ്ണിൽ വീണ് മരിച്ച, വീരമൃത്യു വരിച്ച ഒരുപാട് ധീരന്മാരുടെ സ്മരണകൾ ഉറങ്ങുന്ന മണ്ണാണ്. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ വ്യാപിച്ചു കിടക്കുന്ന കേരളത്തിൽ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത ഏറ്റവും കൂടുതൽ രക്തസാക്ഷിത്വം വഹിച്ച ആളുകൾ, വരിച്ച ആളുകൾ ഉള്ളത് മലപ്പുറം ജില്ലയിലാണ്. അങ്ങനെ ഈ രാജ്യത്തിന് വേണ്ടി ജീവൻ ഹോമിച്ച ആളുകളുടെ ആ സ്മരണയിൽ ചവിട്ടി നിന്നുകൊണ്ട് ഇവിടെ പാകിസ്ഥാൻ വാദത്തിനു വേണ്ടി ആളുകൾ വാദിച്ചിരുന്നു എന്ന് പറയുന്നത് അങ്ങേയറ്റം വസ്തുതാവിരുദ്ധമായ ഒരു പരാമർശമായി പോയി. പാലോളി മുഹമ്മദ് കുട്ടിയുടെ പ്രായത്തെ ഞങ്ങൾ ബഹുമാനിക്കുന്നു. പക്ഷേ അദ്ദേഹം ആ പ്രസ്താവന അടിയന്തരമായി പിൻവലിച്ച് മാപ്പ് പറയണം. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് ഭൂരിപക്ഷ വർഗീയതയെ താലോലിക്കുന്ന പിണറായി വിജയൻ്റെ വിജയരാഘവൻ്റെ ശൈലിയിലേക്ക് പാലോളി മുഹമ്മദ് കുട്ടിയെ പോലെയുള്ള പക്വമതിയായ ഒരു ലീഡർ തരം താഴാൻ പാടില്ല. അദ്ദേഹം പ്രസ്താവന പിൻവലിച്ച് മാപ്പ് പറയണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. തീർച്ചയായും അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ആസൂത്രിതമായി മലപ്പുറം ജില്ലയ്ക്കെതിരെ പിണറായി വിജയൻ ദേശവിരുദ്ധ പ്രവർത്തനത്തിൻ്റെ കേന്ദ്രമാണെന്ന പ്രസ്താവന നടത്തുന്നു. വയനാട്ടിൽ പ്രിയങ്ക ഗാന്ധിയുടെ വിജയം ദേശവിരുദ്ധ ശക്തികളുടെ വിജയമാണെന്ന് വിജയരാഘവൻ്റെ പ്രസ്താവന പറയുന്നു. ആ പ്രസ്താവനയുടെ പിന്നിൽ ആണ് പാലോളി മുഹമ്മദ് കുട്ടിയുടെ പ്രസ്താവന വരുന്നത്. ഇതിൻ്റെ പിറകിൽ CPM മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ BJP അവരുടെ മഹാരാഷ്ട്രയിലെ മന്ത്രി ബിരി പാകിസ്ഥാനായി കേരളത്തെ തന്നെ വിശേഷിപ്പിക്കുകയാണ്. അപ്പോൾ ഇവർ ഇത്തരത്തിലുള്ള വടി കൊടുക്കുകയാണ്. ആ വടി കൊടുത്ത് BJP ഈ നാടിനെ അടിക്കാനുള്ള ആയുധമായി ഉപയോഗിക്കുകയാണ്. തീർച്ചയായും ഈ പ്രസ്താവന അങ്ങേയറ്റം ചരിത്രവിരുദ്ധവും വസ്തുതാവിരുദ്ധവുമാണ്. അടിയന്തരമായി പ്രസ്താവന പിൻവലിക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഒറ്റപ്പെട്ട നിലപാടല്ല. CPM ബോധപൂർവമായി സ്വീകരിച്ചു വരുന്ന സമീപനത്തിൻ്റെ ഭാഗമായിട്ടാണ് അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വിജയിച്ചു വരുന്നതിന് വേണ്ടി ഓരോ തിരഞ്ഞെടുപ്പിലും പാഷാണം വർക്കിയെ ന്യൂനപക്ഷ പീഡനവും പരസ്പരം മാറി മാറി തരാത്തരം പോലെ പ്രയോഗിക്കുന്ന പിണറായി വിജയൻ്റെ ശൈലിയാണ്. അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ വർഗീയ ശക്തികളെ പ്രീണിപ്പിക്കാൻ വേണ്ടിയാണ് മലപ്പുറത്തെ ഒറ്റപ്പെടുത്തി കുറ്റപ്പെടുത്തി ഇത്തരത്തിലുള്ള പ്രസ്താവന നടത്തുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് പാലോളി മുഹമ്മദ് കുട്ടിയുടെ പ്രസ്താവന ഞങ്ങൾ കാണുന്നത്.